ഹലോ, ഞാൻ ആനിയല്ല, ആനിയുടെ അപ്പച്ചൻ വക്കച്ചൻ. അവളല്ല, അവിടെ അപ്പനാ. ഞങ്ങൾ അങ്ങോട്ട് വിളിക്കാനിരിക്കുകയായിരുന്നു. രാവിലെ മുതൽ കാത്തിരിക്കുക. അവൾക്കും കാണാൻ തുടക്കമായി. അല്ല, ചെക്കനാണോ ചെക്കൻ്റെ അപ്പച്ചനാണോ ആദ്യം വരുന്നേ? ചെക്കന്റെ അപ്പാപ്പൻ. ഹായ്, ഓക്കെ. അവര് പറഞ്ഞു നീ കേട്ടോ? ഞാൻ എങ്ങനെ കേക്കാനാ? ഫോൺ നിങ്ങളുടെ കയ്യിലല്ലേ? എന്നാ കേട്ടോ, ചെക്കന്റെ അപ്പനും അപ്പാപ്പനും കൂടി വരുന്നു. ചെറുക്കൻ വരുന്നില്ലേ? എന്തിനാ ചെറുക്കൻ വരുന്നേ? ചെറുക്കന്റെ അപ്പനെ പറ്റിയല്ലേ നമ്മൾ ചിന്തിക്കുന്നേ. പണക്കാരൻ, കോടീശ്വരൻ. അപ്പാപ്പൻ അതിനേക്കാൾ പണക്കാരൻ. എന്നാലും അവള് ചെറുക്കനെ ഒന്ന് കാണണ്ടേ? അവൾ എന്തിനാ കാണുന്നേ? എന്റെ ഇഷ്ടമല്ലേ നിന്റെ ഇഷ്ടം, നിന്റെ ഇഷ്ടമല്ലേ അവളുടെ ഇഷ്ടം, അവളുടെ ഇഷ്ടമല്ലേ എന്റെ ഇഷ്ടം. അപ്പച്ചനോട് ഞാൻ മുമ്പേ പറഞ്ഞല്ലേ എനിക്ക് കല്യാണം ആലോചിക്കല്ലേ എന്ന്. എനിക്ക് ആലോചിക്കാതിരിക്കാൻ പറ്റുമോ? നീ എന്റെ മോളല്ലേ? അല്ലേ? എനിക്കൊരാളെ ഇഷ്ടമാ, അയാളെ ഞാൻ കല്യാണം കഴിക്കൂ, അത് ഉറപ്പാ. അയ്യോ മോളെ ആനി, ചെറുക്കന്റെ അപ്പം കോടീശ്വരനാ, അത് നീ മറക്കണ്ട. നഷ്ടപ്പെട്ടതൊക്കെ തിരിച്ചു വാങ്ങാൻ ഇൻഷുറൻസ് കമ്പനി നിങ്ങളുടെ കുടുംബ സ്വത്താണെന്ന് വിചാരിച്ചോ? അതിനൊക്കെ ചില ഫോർമാലിറ്റീസ് ഉണ്ട്, സമയമെടുക്കും. എന്നാ അതിനിടെ ഈ കാശ് വല്ലതും ഉണ്ടെത്താ. തൽക്കാലം ഇടിഞ്ഞു പൊളിഞ്ഞൊക്കെ ഒന്ന് നന്നാക്കണം, അത്രേ വേണ്ടൂ. ഞാൻ ഇൻഷുറൻസ് കമ്പനിയിൽ വെറും ഒരു സ്റ്റാഫാ. ഞാൻ വിചാരിച്ച ഒരു രക്ഷയില്ലെന്നേ. ആനിയുടെ അപ്പന്റെ അടുത്ത് നിന്ന് കുറച്ച് കാശ് മേടിച്ചോണ്ട് പോവാ. ഭാവിയിൽ എനിക്ക് തരാനുള്ള സ്ത്രീധനത്തിന് അതങ്ങോട്ട് കുറച്ചോ. അതും പറഞ്ഞോണ്ട് അങ്ങോട്ട് ചെല്ല്. ഈ ലോകത്തെ ഏറ്റവും വലിയ പിശുക്കനാ എന്റെ അപ്പൻ. എനിക്കെന്നല്ല, എന്റെ അമ്മച്ചിക്ക് പോലും 10 പൈസ തരില്ല. ആണുങ്ങളായ കുറച്ചൊക്കെ ചങ്കുറ്റം വേണം. ആ ഈപ്പച്ച മുതലാളിയല്ലേ ഇതിനൊക്കെ കാരണം. എന്ന് കുത്തിനെ പിടിച്ച് ചോദിക്കേ. ഞാൻ പോവാ, എനിക്ക് പോയിട്ട് വേറെ കാര്യമുണ്ട്. അവള് പറഞ്ഞു കേട്ടില്ലേ, ചെന്ന് കുത്തിന് പിടിക്കാൻ. നീ കുത്തിന് പിടിച്ച എല്ലാം കുഴപ്പമായത്. മുതലാളി ഞങ്ങളോട് ക്ഷമിക്കണം പ്ലീസ്. എന്ത് പറ്റി മക്കളെ? മുതലാളി ഞങ്ങൾക്ക് മാപ്പ് തരണം. മാപ്പോ? എന്തിന്? മുതലാളി ആരാണെന്നും മുതലാളിയുടെ വെയിറ്റ് എന്താണെന്നും ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. കഷ്ടം. ഞാൻ ഈപ്പച്ചൻ, വെയിറ്റ് 80 കിലോ. അയ്യോ അതല്ല, ഞങ്ങളുടെ ഒരാളെ അറിയാണ്ട് മുതലാളിയെ കയറി അന്നൊരു വാക്ക് വിളിച്ചില്ലേ? വാക്ക് വിളിക്കേ? വാക്കെങ്ങനാ വിളിക്കുക? മുതലാളി ഞങ്ങൾക്ക് മാപ്പ് തന്നേ പറ്റൂ. അതിരിക്കട്ടെ, നിങ്ങളിൽ ആരാ തന്നെ ആ നല്ല വാക്ക് വിളിച്ചേ? ഞാനറിയാണ്ട് വിളിച്ച വാക്കാ, ക്ഷമിക്കണം. ചെറ്റേ, മഹാപെശകാണ് ഞാൻ. ഇനി മാപ്പെന്നും കോപ്പെന്നും പറഞ്ഞ് പരിസരത്തെങ്ങാനും കണ്ട മൂന്നിന്റെ മുട്ടുകാലി ഞാൻ തല്ലി ഓടിക്കും. ഗുഡ് മോർണിംഗ് സാർ. ഒരാളെ ഒരു പ്രാവശ്യം സലാം വെച്ചാൽ മതി. ഓക്കെ സാർ. പേടിച്ചു പോയോ? പേടിക്കും. നിങ്ങളൊക്കെ ചെറുപ്പക്കാരാ. നിങ്ങളെക്കാൾ മൂത്ത ചെറുപ്പക്കാരനാണ് ഞാൻ. നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യം കാണണമെങ്കിൽ ഒരൊറ്റ മാർഗേ ഉള്ളൂ. എന്താ? സമയം കളയാതെ എത്രയും പെട്ടെന്ന് വീട്ടിലേക്ക് വിട്ടോ. എന്ത് നോക്കി നിൽക്കാതെ വീട്ടിലേക്ക് പൊക്കോളാൻ. ഞാൻ പറയണമെന്ന് കേൾക്ക്. നിങ്ങളുടെ വീട്ടിലേക്കല്ല, മുതലാളിയുടെ വീട്ടിലേക്ക്. നിങ്ങളെ സഹായിക്കാൻ ഒരാളവിടെ കാത്തിരിപ്പുണ്ട്. മുതലാളിയുടെ അപ്പനായിരിക്കും. മുതലാളിക്ക് അപ്പനേ ഇല്ല, എല്ലാം അപ്പനെ. പിന്നെ ആകെ കൂടി മുതലാളിക്കുള്ളത് ഒരു കൊച്ചു കൂടപ്പറപ്പാ. ഈ ലോകത്ത് ആരുടെയെങ്കിലും മുമ്പിൽ മുതലാളി മുട്ടുകുത്തിട്ടുണ്ടെങ്കിൽ ആ ചേച്ചിയുടെ മുമ്പിൽ മാത്രമാ. പെട്ടെന്ന് മനസ്സലിയുന്ന ഒരു പ്രകൃത. നിങ്ങൾ ആ ചേച്ചിയെ ചെന്ന് കണ്ട് കാര്യം പറഞ്ഞാ മതി, നടക്കും. നടക്കോ? നടക്കും. ഈ പാർത്തേട്ടൻ പറഞ്ഞു എന്ന് പറഞ്ഞാ മതി. അയ്യോ, ആരാ നിങ്ങളൊക്കെ? ഞാൻ ഉണ്ണി, ഇത് ദാസൻ. മോനായി. ഞാൻ കൊച്ചമണി. അറിയാം, പാർത്തേട്ടൻ പറഞ്ഞിട്ടുണ്ട്. അയ്യോ, പാർത്തേട്ടനെ അറിയോ? പിന്നെ ഞങ്ങളൊക്കെ തമ്മിൽ വലിയ അടുപ്പത്തിലാ. ആണോ? ചായ എടുക്കട്ടെ? അയ്യോ വേണ്ട. എടാ, പാർത്തേട്ടൻ പറഞ്ഞ ശരിയാ, നല്ല മനസ്സാ. അല്ലെങ്കിൽ പിന്നെ ഡ്രൈവർ കയറി ചേട്ടാന്ന് വിളിക്കൂ. എന്താ ഇപ്പൊ പറഞ്ഞേ? ഒന്നുമില്ല. ചേച്ചി ഒരു വലിയ ഹൃദയത്തിന്റെ ഉടമയാണെന്നും അന്യരുടെ വിഷമം കണ്ടാൽ ചേച്ചിയുടെ ആ വലിയ ഹൃദയം ഉരുകുമെന്നും ചുരുകുമെന്നും പാർത്തേട്ടൻ പറഞ്ഞിട്ടുണ്ട്. ചായ എടുക്കട്ടെ? വേണ്ട. എന്നാ പിന്നെ ചായ എടുക്കാം അല്ലേ? വേണ്ട. ഞങ്ങളൊരു കാര്യം പറഞ്ഞ ചേച്ചി ചെയ്തു തരുമോ? എന്താ? ഞങ്ങളൊരു കെണിയിൽ അകപ്പെട്ടിരിക്കുക. എല്ലാം പാർത്തേട്ടൻ അറിയാം. ചേച്ചി മനസ്സ് വെച്ചാ നടക്കുമെന്ന് പറഞ്ഞു. അയ്യോ, നടക്കുമെന്ന് പാർത്തേട്ടൻ പറഞ്ഞോ? കഷ്ടമായി പോയി. ഞാൻ മനസ്സ് വെച്ചിട്ടൊന്നുമല്ല, അറിയാതെ നടന്നു പോന്നതാ. അങ്ങനെ പറയരുത്, എങ്ങനെയെങ്കിലും നടക്കണം. അയ്യോ, അങ്ങനെ എപ്പോഴും എങ്ങനെയാ നടക്കുന്നേ? അതും നിങ്ങൾ ഈ നേരത്തു എന്ന് പറഞ്ഞാൽ ഞാൻ എങ്ങനെ നടക്കാനാ? രാത്രി ആവുമ്പോഴേ അറിയാതെ നടന്നു പോന്നതാ. ചായ എടുക്കട്ടെ?
അയ്യോ പാർത്തേട്ടിന്റെ ഫ്രണ്ട്സാ. അതാരാ? കൊച്ചമ്മ, ഈ പച്ചമ്മലാലിയുടെ ചേച്ചി ത്രേസ്യാമ്മ കൊച്ചമ്മ. ചായ എടുക്കട്ടെ? അപ്പൊ നിങ്ങളാ? അയ്യോ ഞാൻ പാർത്തേട്ടന്റെ ഭാര്യ കൊച്ചമ്മണി. അയ്യേ, ഇതിനെന്താ? അയ്യോ അയ്യോ ഈ കൊച്ചിങ്ങൾക്ക് എന്തോ പറ്റി? പോയി ചായ കൊണ്ടുപോയോ ചേച്ചി? നിങ്ങൾ ഈ പറയുന്നൊക്കെ സത്യമാണെന്ന് ഞാൻ എങ്ങനെയാ വിശ്വസിക്കുക? വിദ്യാഭ്യാസമുള്ളവരാ ഞങ്ങൾ 3 പേരും. പഠിച്ച് പാസ്സായി ഒരു ജോലിയും കിട്ടാതായപ്പോഴാ ഇങ്ങനൊരു ബിസിനസ് തുടങ്ങിയ. എല്ലാവരും ഒറ്റ നിമിഷം കൊണ്ട് ഈപ്പച്ച മുതലാളി തകർത്തില്ലേ? ഇനി അമ്മച്ചി അല്ലാതെ ഞങ്ങളെ സഹായിക്കാൻ വേറെ ആരുമില്ല. അമ്മച്ചിയാണ് സത്യം. ഞങ്ങളീ പറഞ്ഞൊക്കെ നേരാ. അമ്മച്ചിന്ന് വിളിച്ച മക്കളുടെ നാവ് കള്ളം പറയില്ല എന്ന് വിശ്വസിച്ച് ഞാൻ ഈപ്പച്ചനെ ഇപ്പൊ തന്നെ വിളിച്ചു പറയാം. ചെന്ന് എത്രയും പെട്ടെന്ന് ഈപ്പച്ചനെ കാണാൻ. എന്തോന്നിനാടാ ബോംബെ മുഴുവൻ തെണ്ടിയിടുന്നത്? എന്റെ കാശിങ്ങനെ മുടിക്കണത് ഓൺസാൽവത്തിന് ഇതുവരെ കിട്ടിയില്ലേ? വന്നാ ഉടനെ അങ്ങോട്ട് വിളിക്കാൻ പറയേ. എന്താടോ മെഴുങ്കസിയാന്ന് പറഞ്ഞ് നോക്കി നിൽക്കുന്നേ? ഇത്രയൊക്കെ സംഭവിച്ചിട്ട് തനിക്കൊന്ന് ഫോൺ ചെയ്യാൻ പോലും തോന്നിയില്ലല്ലോ. ഒന്ന് പോണോ. ഞാൻ അനുഭവിക്കുന്ന ടെൻഷൻ പറഞ്ഞാൽ തനിക്ക് മനസ്സിലാകില്ല. തന്നെ കൊല്ലാൻ പോകുന്നവരെ പിടിക്കാൻ ഞാൻ ഇനി നേരിട്ടിറങ്ങാൻ പോവുക. ഇതിനൊരു അവസാനം കാണണമല്ലോ. അത് തന്നെ, അന്ത്യം കാണണമല്ലോ. ഞാൻ റെഡി. ആരാ ഇത്? ഗേളി. ഗോളിയോ? ഗോളിയല്ല, ഗേളി. ഫസ്റ്റ് കസിൻ. ഞാൻ പറഞ്ഞിട്ടില്ലയോ, ബാംഗ്ലൂരിലുള്ള അവറാച്ച വെല്ലിപ്പന്റെ മോൾ ഗേളി. ഞാൻ എപ്പോഴും പറയാറില്ലയോ, എന്റെ പാർട്ണർ ഈ പച്ചൻ. ഇതാണ് ആള്. ഹലോ ഹലോ. നമ്പർ ഈ പച്ചമുതലാളി. ഞങ്ങൾ ഇവിടെയും വന്നോ? നീക്ക് എന്താടാ വിചാരിച്ചേ? ത്രേസ്യാമ്മ ചേച്ചി വിളിച്ചു പറഞ്ഞ എന്റെ മനസ്സ് മാറുന്നോ? അറി പോടാ, പോ. പോകാം, പക്ഷേ മുതലാളി അന്ന് കൊലപാതകികളുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടത് ഞങ്ങള് കാരണമാ. തെണ്ടാവുന്നിടത്തുനിന്നൊക്കെ തെണ്ടിയാ ഞങ്ങളാ സ്ഥാപനം തുടങ്ങിയതിന്റെ 16-ന് അങ്ങ് കൊടുങ്കാറ്റ് പോലെ വന്ന് ഇടിച്ച് എല്ലാം തകർത്ത് തരിപ്പണമാക്കിയേ. കറക്റ്റ് 16-നാ? ഞാൻ വിചാരിച്ച് 28-നാണെന്ന്. അങ്ങ് വലിയവനാണ്, വിശാല ഹൃദയനാണ്, മനസ്സിലുള്ളവനാണ്, ആരെയും സഹായിക്കുന്ന കേട്ടിട്ടുണ്ട്. പക്ഷെ ഞങ്ങളുടെ കാര്യം വന്നപ്പോ മാത്രം. പോവാ മുതലാളി, ഞങ്ങൾ പോവാ. ഒന്നോർത്തോ, മുതലാളിയെ കൊല്ലാൻ അവന്മാർ ഇനിയും വരും, ഷുവർ. അപ്പം മുതലാളി എവിടെ ആണെങ്കിലും ശരി, ഞങ്ങൾ അവിടെ വന്ന് ഞങ്ങളെ നെഞ്ച് കാണിച്ചു കൊടുത്തോണ്ട് പറയും, ഞങ്ങളെ കൊന്നോ, ഈ നല്ല മനുഷ്യനെ വെറുതെ വിടൂന്ന്. ബൈ. പോവാ. നിക്ക്. ആരെയും പൂർണ്ണമായി മനസ്സിലാക്കാതെ ആർക്കും ഒരു സഹായവും ഞാൻ ചെയ്യാറില്ല. എന്റെ ത്രേസ്യാമ്മ ചേച്ചി പറഞ്ഞപ്പോഴും എനിക്ക് നിങ്ങളെക്കുറിച്ച് അത്ര വിശ്വാസം വന്നില്ല. പക്ഷെ ഇപ്പോ എനിക്ക് ബോധ്യമായി നിങ്ങൾ നല്ല കുട്ടികളാണെന്ന്. താങ്ക് യു. നിങ്ങളെ രണ്ടുപേരെയും ഞാൻ അപ്പോയിന്റ് ചെയ്തിരിക്കുന്നു. അപ്പൊ ഞാനോ? നിന്നെ ഞാൻ ഡിസപ്പോയിന്റ് ചെയ്തിരിക്കുന്നു. എന്തിന്? അന്ന് നീ എന്നെ എന്താ വിളിച്ചത്? റാസ്കൽ. വീണ്ടും വിളിക്കുന്നു. എവനെ പിടിച്ച് പുറത്താക്ക്. Stupid. അന്നത്തെ ആവേശത്തിന് ആളറിയാതെ ഞാൻ റാസ്കലിനെ വിളിച്ചതാ. സത്യത്തിൽ ഞാൻ ഭയങ്കര Get പാവാ. fellow, get lost. ഇപ്പൊ നീ ഒന്നും പറയാൻ നിൽക്കണ്ട, പുള്ളിക്കാരൻ ഭയങ്കര ചൂടല. ഇനി ഇവിടെ വന്നാൽ കൂടുതൽ പ്രശ്നവും. നടക്ക്. Bloody fool. അവനെ വിളിച്ചാടോ? അതെ ഈ പച്ച, കമ്പനിയിൽ ആരെങ്കിലും അപ്പോയിന്റ് ചെയ്യുമ്പോ പാർട്ട്ണറായി എന്നെയും കൂടെ കൺസൾട്ട് ചെയ്യുക എന്നുള്ളതല്ലേ അതിന്റെ ഒരു ഇത്. ഈയിടെയായിട്ട് അതിന്റെ ഒരു ഇത് എനിക്ക് അല്പം കുറവാ. ഇതിന്റെ ഒരു അത് അല്പം കൂടുതലാണ്. മനസ്സിലായില്ല? പണ്ട് ആർക്കിമിഡീസ് പാതിരാത്രി ഉറക്കത്തിൽ നിന്ന് ഞെട്ടി എഴുന്നേറ്റ് യുറേക്ക യുറേക്ക എന്ന് വിളിച്ചുകൊണ്ട് ലോകമൊട്ടുക്കും ഓടിയതിന്റെ 10 ഇരട്ടി വേഗത്തിൽ ഞാൻ ഓടി. രക്ഷിക്കണേ രക്ഷിക്കണേ നല്ലൊരു വിളിച്ചുകൊണ്ട്. അന്ന് ഒരുത്തനെങ്കിലും ഉണ്ടായിരുന്നോ? പാർട്ട്ണറാണ്, അതുകൊണ്ട് പാതി ഇവിടെ ഞാൻ കൊണ്ടോളാന്ന് പറഞ്ഞ് ഇല്ലായിരുന്നല്ലോ. ഞാനൊരു ആവേശത്തിൽ എന്തൊക്കെയോ പറഞ്ഞുപോയി, സോറി. എന്തായാലും ഞാൻ ആ പിള്ളേരെ അപ്പോയിന്റ് ചെയ്തു പോയി. തറവാടികൾക്ക് വാക്കാണല്ലോ വലുത്. ഇനി എന്റെ കാര്യം ആ പിള്ളേര് നോക്കിയോളൂ. വരട്ടെ.